ഹായ് ഗായ്സ്, ഇതെന്താ ചെയ്യുന്നതെന്നല്ലേ? ഇത് നമ്മളിന്നൊരു ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പുറപ്പാടിലാണ്. ഇതിന് മുന്നേ ഉണ്ടാക്കി സക്സസ് ആയതുകൊണ്ടാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇത് ഞാൻ കട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ഇതെല്ലാം ഒരു ധൃതിക്കിടെ ചെയ്യുന്നതാണ്. കൊച്ചിന് ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. ഒരുപാട് പണിയുണ്ടല്ലോ, അപ്പോൾ അതിനിടയിൽ എനിക്ക് ബ്രീഫായിട്ട് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നോക്കിക്കേ, ഇത് നമ്മുടെ ഒരു ഫിംഗറിൻ്റെ വലിപ്പത്തിൽ എത്രയും നീളത്തിൽ കട്ട് ചെയ്യാവോ അത്രയും നീളത്തിൽ നല്ല വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുക്കുക. ഷേപ്പ് കണ്ടല്ലോ, ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അത് നെകക്കെ വെള്ളം ഒഴിച്ച് അതിനകത്ത് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിക്കുക. അങ്ങനെ ഇത്ര 2 ടേബിൾ സ്പൂൺ അങ്ങനെ തികച്ച് അങ്ങനൊന്നുമില്ല, നമ്മുടെ ഒരു ലോജിക്ക് അനുസരിച്ച് അങ്ങ് ഒഴിക്കുക. അത്രയേ ഉള്ളൂ. എനിക്കെല്ലാം ഒരു കൈക്കണക്കാണ് ഒഴിക്കുക. എന്നിട്ടൊന്ന് തൊട്ട് നാവിൽ വെച്ച് നോക്കുക, ആവശ്യത്തിന് ഉപ്പുണ്ടോ, വിനാഗിരിയുടെ ടേസ്റ്റ് അത്യാവശ്യം വന്നിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുക. അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് നന്നായിട്ട് അങ്ങ് തിളപ്പിക്കുക. തിളപ്പിച്ച് ഈ കിഴങ്ങ് ഒത്തിരി അങ്ങ് വെന്ത് പോകരുത് കേട്ടോ. ഒരു മുക്കാൽ ആ ഒരു റേഞ്ചിൽ വേവ് നിൽക്കണം. അതായത് മുക്കാൽ വേവുകയെ ചെയ്യാവുള്ളൂ, കാരണം ഇതിന് നമ്മൾ എണ്ണയ്ക്കകത്ത് വറക്കേണ്ടതല്ലേ. അതുകൊണ്ട് മുക്കാൽ ഭാഗമേ വേകാൻ പാടുള്ളൂ. ഞാനൊന്ന് കാണിക്കാം. ദേ ഇങ്ങനെ ഇച്ചിരി പ്രസ് ചെയ്താൽ മാത്രം കട്ടാകുന്ന രീതിയിൽ. ഇപ്പോൾ പ്രസ് ചെയ്ത് ഇച്ചിരി ബുദ്ധിമുട്ടിയാണ് കട്ടാകുന്നത്. വേറെ ഒന്നും നോക്കട്ടെ. ദേ അത് കട്ടായി. നമുക്ക് ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇനി ഇതിനെ ഡ്രെയിൻ ചെയ്യണം. ഈ വെള്ളം ഒരു അരിപ്പ പാത്രത്തിനകത്തോട്ട് ഡ്രെയിൻ ചെയ്ത് കുറച്ച് നേരം നന്നായിട്ട് ആ വെള്ളം പോകത്തക്ക രീതിയിലൊന്ന് മാറ്റി വെച്ചേക്കണം. ഇത് കണ്ടോ, ഇതുപോലെ ഒരു അരിപ്പ പാത്രത്തിനകത്ത് നന്നായിട്ട് അങ്ങ് ഡ്രെയിൻ ചെയ്യാൻ വെക്കുക. ആ വെള്ളം മുഴുവൻ നന്നായിട്ട് പോയി കഴിഞ്ഞാൽ ഇടയ്ക്കൊന്നിങ്ങനെ കുടഞ്ഞൊക്കെ കൊടുക്കണം കേട്ടോ. ഇങ്ങനെ കുടഞ്ഞൊക്കെ കൊടുക്കുക. എന്നിട്ട് ആ വെള്ളം നന്നായിട്ട് പോട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കിതിനെ എണ്ണയിലിട്ട് നന്നായിട്ട് നല്ല തീ കൂട്ടി വെച്ച് തന്നെ ഇതിനെ വറുത്തെടുക്കണം മൊത്തം. അത് എണ്ണ പിശിക്കൊന്നും ഒഴിക്കരുത്. ഇത് മുങ്ങത്തക്ക രീതിയിൽ തന്നെ എണ്ണ വേണം. അങ്ങനെ വറുത്തെടുക്കണം. ഇതിന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഈ എണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ ആ ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ. അത് തിളയ്ക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് ഈ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കിഴങ്ങ് ഇതിനകത്ത് അങ്ങ് ഇട്ട് കൊടുക്കാം. സൂക്ഷിച്ചിടണം, കൈയൊന്നും പൊള്ളിക്കില്ലേ. അല്ലേ, നന്നായിട്ട് തിളച്ച് നിൽക്കുമ്പോൾ മാത്രമേ ഇതുപോലെ ബൗൾസ് വരത്തുള്ളൂ. അതൊക്കെ അറിയാമല്ലോ അല്ലേ എല്ലാവർക്കും. ഒക്കെ അറിയത്തില്ല, അറിയാത്തവരുണ്ടാവും. ആദ്യമായിട്ടൊക്കെ കുക്ക് ചെയ്യുന്നവർ ചിലപ്പം എണ്ണയൊക്കെ തിളയ്ക്കുന്നതിന് മുന്നേ ഈ സാധനങ്ങളൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കും. അപ്പോൾ ആദ്യമേ നമ്മൾ എണ്ണ തിളയ്ക്കുന്നതിന് മുന്നേ ഇട്ടുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് കോരുമ്പോൾ ഉണ്ടല്ലോ എണ്ണ അത് പിടിച്ചിരിക്കും. എണ്ണ കുടിക്കുക എന്ന് പറയും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പം അടിക്ക് പിടിക്കും. എണ്ണ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനം കൊണ്ട് ഇടുമ്പോൾ അടിക്ക് പിടിക്കത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു ശാസ്ത്രീയ വശം. ഇത് കണ്ടോ, ഞാൻ പറഞ്ഞില്ലായിരുന്നോ അത് മൂടത്തക്ക രീതിയിൽ എണ്ണ വേണമെന്ന് പറഞ്ഞില്ലായിരുന്നോ. നെഗത്ത് എണ്ണയുണ്ട്, പിന്നെ ബബിൾസ് വരുന്നുണ്ടല്ലേ, എണ്ണയുടെ കുമിളകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കുമിളകളൊക്കെ ഒന്ന് സെറ്റിൽഡ് ആകും. ആ ഒരു പരുവം വരുന്നെങ്കിൽ ഇതിനെ വറക്കണം. ഈ എണ്ണയിൽ വറക്കുമ്പോഴാണെങ്കിലും കംപ്ലീറ്റ് വറക്കരുത് കേട്ടോ. പകുതിയെ വറക്കാൻ പാടുള്ളൂ. അതായത് അതിൻ്റെ നിറം ഒന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആകുന്നു എന്ന് കാണുമ്പോൾ നമ്മൾ ഇതിനെ കോരണം. എണ്ണയിൽ നിന്ന് കോരണം. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വേണം ഇത് വറക്കാൻ. ആ ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ എണ്ണയിൽ നിന്ന് കോരണം. സൂക്ഷിച്ച് കോരണം. എണ്ണ പൊട്ടിത്തിറക്കി ഒന്നും ചെയ്യരുത്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഇത് ഏതാണ്ട് പകുതി വറുത്തു എന്ന് പറയാമേ. ഇതിനകത്ത് ചെറിയ ബബിൾസ് പോലെ വരും. ഈ ഉരുളക്കിഴങ്ങിൻ്റെ സൈഡിൽ പ്രതേരിയുണ്ടോ, ഈ ഉരുളക്കിഴങ്ങുണ്ടോ, ഈ ബബിള് പോലെയൊക്കെ തോന്നില്ല കണ്ടോ, ബബിൾസ് വന്നിരിക്കുന്നുണ്ടോ. അതാണ് അതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ അങ്ങനെ നന്നായിട്ട് ബബിൾ അങ്ങ് ഉയർത്ത് വരാൻ തുടങ്ങുമ്പോൾ നമുക്കിതിനെ എണ്ണയിൽ നിന്ന് കോരാം. ഇതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് വേഗണ്ട കേട്ടോ. ഞാനിതിനെ കോരുവാണേ. ഒത്തിരി വെയിറ്റ് ചെയ്താൽ ഇതൊന്ന് വെന്ത് പോകും. ഹൈ ഫ്ലെയിമിൽ തന്നെ കോരണം, അല്ലെങ്കിൽ എണ്ണ പിടിച്ചിരിക്കും, എണ്ണ കുടിച്ചിരിക്കും. ഇതിപ്പോൾ കണ്ടില്ലേ, ഇത് കിടക്കുന്നുണ്ടോ, തളർന്ന് കിടക്കുന്നുണ്ടല്ലേ, കണ്ടോ, വളഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ടോ. ഇതിനെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടണ്ടേ ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറയുമ്പം. അതിലൊരു ടെക്നിക്കുണ്ട്. ഇതിപ്പം പകുതിയാണ് നമ്മൾ വറുത്ത് വെച്ചത്. ഇതിനെ നമുക്ക് നേരെ ഫ്രിഡ്ജിൽ വെക്കണം. ഒരു 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം. പിറ്റേ ദിവസത്തേന് വെക്കുവാണെങ്കിൽ അത്രയും കൂടെ നല്ലത്.
ഞാനിപ്പോൾ ഒരു 4 മണിക്കൂറത്തേക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവാണേ. ഇതുപോലെ ഒരു ചതുരമുള്ള പാത്രത്തിൽ വേണം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാനായിട്ട്. ഇതുപോലെ നീണ്ട് കിടക്കണം അതിൻ്റെ ഓരോ പീസസും. വട്ടപാത്രത്തിലൊക്കെ വെച്ചാൽ ചിലപ്പോൾ അത് വളഞ്ഞിരിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതുപോലെ നീളത്തിലാക്കി അടുക്കി നല്ല വൃത്തിയാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കുക. 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷം അതല്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് എടുത്തിട്ട് അതിനെ നല്ല ഹൈ ഫ്ലെയിമിൽ ഇതുപോലെ വറുത്തെടുക്കണം. പിന്നെ ഇത് എണ്ണയിലേക്ക് ഇടുമ്പോൾ ഉണ്ടല്ലോ ഓരോന്നോരോന്ന് തിരിച്ചിടാനായിട്ട് നോക്കണം. അപ്പോൾ ഒട്ടിപ്പിടിക്കത്തില്ല. അന്നേരം ഇടയ്ക്കിടയെ ഒന്ന് ഇളക്കി കൊടുക്കുക. എണ്ണയിലേക്ക് ഇട്ട ഉടനെ ഇളക്കരുത്, പൊടിഞ്ഞു പോകും. അതിനൊരു ക്രിസ്പിനെസ് വരും, അത് നമുക്കറിയാൻ പറ്റും. നമ്മൾ തവി വെച്ചൊന്ന് ഇളക്കുമ്പോൾ തന്നെ ആ ഒരു സൗണ്ടൊക്കെ പയ്യെ കേട്ട് തുടങ്ങും, ആ ക്രിസ്പിനെസ് വരുന്നതിൻ്റെ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ നിറം മാറി തുടങ്ങുമ്പോൾ ഇതിനെ നമ്മൾ കോരിയെടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ പൊട്ടറ്റോ പീസസിൻ്റെയൊക്കെ നിറം മാറി തുടങ്ങിയിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ നിറം വന്നിട്ടുണ്ട് അതിൻ്റെ എൻഡിലൊക്കെ. ഈ ഒരു അവസ്ഥയിൽ നമുക്കതിനെ കോരി മാറ്റാം. എണ്ണ ഡ്രെയിൻ ചെയ്യുന്നതിനായിട്ട് ഇതുപോലെ ഒരു അരിപ്പ പാത്രത്തിലേക്കിടാം. നോക്കിക്കേ, നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അധികം നേരമൊന്നും വേണ്ട. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസ് കിട്ടുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.